അല്ല ഇത് തന്നെയല്ലേ വീട്? ആ അതെ. ഇവിടെ CCTV ഉണ്ടെന്ന് ഉറപ്പല്ലേ? അതെ, എൻ്റെ ഒരു ഫ്രണ്ട് ഇവിടെ താമസിക്കുന്നത്. പാർക്കിംഗ് സ്ഥലത്തുനിന്ന് വണ്ടി എടുത്താൽ ഇതിലേ കൂടി അല്ലാതെ പോകാൻ പറ്റില്ലല്ലോ. അതാ ഇവിടെ തന്നെ വരാമെന്ന് വെച്ചത്. ഇവിടുത്തെ CCTVയിൽ ആ കാറും അത് ഓടിച്ചവന്റെ മുഖം തെളിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ രക്ഷപ്പെട്ടു. വേറൊന്നും വേണ്ട സിദ്ധുവിനെ ജാമ്യത്തിലിറക്കാൻ. എല്ലാം നടക്കും വിശാലെ. സത്യം എന്നായാലും പുറത്തു വരാതിരിക്കില്ലല്ലോ. ഡോക്ടർ ഇന്ന് ബെല്ലടിക്കും. ഹായ് ഡോക്ടറെ. ഞങ്ങൾ ആ CCTV ഫുട്ടേജ് വാങ്ങാൻ വേണ്ടി വന്നാ. മൊബൈലിൽ അയച്ചെന്നാ വണ്ടി നമ്പർ അല്ലേ? അതെ, ഞാനത് ചെക്ക് ചെയ്തു. വണ്ടി CCTVയിൽ പതിഞ്ഞിട്ടുണ്ട്. ആ പക്ഷെ ഓടിച്ചിരുന്ന ആളുടെ ഫേസ് കിട്ടിയിട്ടില്ല. ശരിക്കും നോക്കിയോ? നോക്കി. ഞാനതിന്റെ വിഷ്വൽസ് ഒരു പെൻഡ്രൈവിലാക്കി വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് തരാം. ആ അത് മതി. ബുദ്ധിമുട്ടിച്ചതിൽ ക്ഷമിക്കണം. ഒരു നിരപരാധിയെ രക്ഷപ്പെടുത്താൻ വേണ്ടിയാ. ഞാൻ ആ പെൻഡ്രൈവ് എടുത്തോണ്ട് വരാം. നിങ്ങൾ കയറിയിരിക്കും. വേണ്ട, ഉടനെ പോണം. ശരി. വരൂ ഡോക്ടർ, ഒരു ചായ കുടിച്ചിട്ട് പോവാം. അതിന് വേറൊരു ദിവസം വരാം. ഇപ്പൊ കുറച്ച് തിരക്കുണ്ട്. പറഞ്ഞില്ലേ ഒരു കേസ്. ശരി, വരട്ടെ. ആയിക്കോട്ടെ. ശരി എന്നാ. ശരി, ഞാൻ കൊടുക്കാം. മോളെ ദേവികേ, ദേവികേ. എന്താച്ചാ? എന്താച്ചാ? ദാ ഫോൺ. മോളോട് സംസാരിക്കണമെന്ന്. ആരാ? സംസാരിക്കേ. ഹലോ ദേവിക, ഞാൻ വിശാല. ദിനജൻ ഡോക്ടറും കൂടെയുണ്ട്. ഞങ്ങളെ വിഷ്വൽസ് ശരിക്കും പരിശോധിച്ചു. അതിലും ഓടിച്ചിരുന്ന ആളുടെ മുഖം അത്ര വ്യക്തമല്ല. അയ്യോ, അപ്പൊ ഇനി എന്താ ചെയ്യാ? വരുന്ന വഴിക്ക് വക്കീലിനെ കണ്ടിരുന്നു. അപകടം നടക്കുന്ന സമയത്ത് സിദ്ധു വേറെ എവിടെയെങ്കിലും ആയിരുന്നു എന്ന് തെളിയിക്കാൻ പറ്റിയാൽ ജാമ്യം കിട്ടുമെന്നാ വക്കീല് പറഞ്ഞത്. പക്ഷെ തെളിയിക്കാൻ പറ്റണം. സിദ്ധു ആ നേരത്ത് ഓഫീസിലുണ്ടായിരുന്നു എന്നല്ലേ പറഞ്ഞത്? അതെ, പക്ഷെ അവിടെ CCTV ഒന്നും ഇല്ലല്ലോ. പിന്നെ എങ്ങനെ തെളിയിക്കാം? ഈ അപകടം നടന്നിട്ട് എത്ര നേരം കഴിഞ്ഞിട്ടാ ദേവിക സിദ്ധുവിനെ വിളിച്ചത്? അത് ഞാൻ ഹോസ്പിറ്റലിൽ എത്തിയപ്പോൾ തന്നെ വിളിച്ചായിരുന്നു. ആ സമയത്ത് സിദ്ധുവിന്റെ ഫോൺ പ്രവർത്തിച്ച ടവറിന്റെ ലൊക്കേഷൻ നോക്കിയ പോരെ? ഉറപ്പായിട്ടും അത് ഓഫീസിനടുത്തുള്ള ടവർ ആയിരിക്കില്ലേ? ഏയ്, അതിൽ കാര്യമില്ല വിശാലെ. ഫോൺ കിട്ടിയ ഉടനെ സിദ്ധു ഇറങ്ങിയല്ലോ. അപ്പോ ആ വണ്ടി അവിടെയുണ്ട് എന്ന് വെച്ചാ ഇടി കഴിഞ്ഞപ്പോഴേക്കും വണ്ടി തിരിച്ചു വന്നു എന്നല്ലേ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ട് ആ ഐഡിയ വർക്കൗട്ട് ആവില്ല. അപ്പൊ പിന്നെ എന്ത് പറഞ്ഞാ വക്കീൽ ജാമ്യത്തിന് വേണ്ടി വാദിക്കാൻ പോകുന്നേ? സിദ്ധുവിന്റെ ഓഫീസ് സ്റ്റാഫിന്റെ മൊഴി എടുക്കാമല്ലോ. ആരെങ്കിലും ആ സമയത്ത് അവിടെ വെച്ച് സിദ്ധുവിനെ കണ്ടിട്ടുണ്ടെങ്കിൽ അവരുടെ മൊഴി എടുക്കാൻ പറ്റുമല്ലോ. പിന്നെ സിദ്ധുവിന്റെ ഫോണ് ആ ടവർ ലൊക്കേഷനിൽ നിന്ന് മാറിയിട്ടില്ലെന്ന് സ്ഥാപിക്കാൻ പറ്റില്ലേ? ഇതെല്ലാം കൂടി വെച്ച് വാദിച്ചാൽ ജാമ്യം കിട്ടാതിരിക്കോ? അതുറപ്പായിട്ടും കിട്ടുമായിരിക്കും. എന്നാ ശരി ദേവിക, അതിനുള്ള വഴി ഞങ്ങൾ നോക്കട്ടെ. ഓക്കെ ഓക്കെ, ബൈ. അപ്പോ സിദ്ധുവിന് ഉടനെ പുറത്തിറങ്ങാൻ പറ്റുമല്ലേ മോളെ? പ്രാർത്ഥിക്കാച്ചാ. ഇനി വേണ്ടത് നമുക്ക് ദൈവങ്ങളുടെ സഹായ. തെറ്റ് ചെയ്യാത്തൊരാള് ഇപ്പൊ അകത്ത് കിടക്കുന്നതെന്ന് ഓർക്കണം. ഇത്തവണ ജാമ്യം കിട്ടിയ നമ്മൾ രക്ഷപ്പെട്ടു. കിട്ടുമോ? കിട്ടുമെന്ന് തന്നെ എന്റെ മനസ്സ് പറയുന്നേ. ആരോടാടി നീ ഇപ്പൊ സംസാരിച്ചേ?
അത് വിശാലം നിരഞ്ജ ഡോക്ടറോ? എന്തിനാടി അവര് നിന്നെ വിളിച്ചത്? സിദ്ധുവിന്റെ ജാമ്യത്തെക്കുറിച്ച് സംസാരിക്കാൻ വേണ്ടിയിട്ട്. അവരെന്തിനാ നിന്നെ വിളിക്കുന്നേ?